രാവണ പ്രണയം. രചന ഗോപിക അമ്മൂട്ടി. കുയ് രാവണോയ്. പാടവരമ്പിൽ കൂടി നടന്നു പോകുമ്പോഴാണ് ആ ശവം പിന്നിൽ കൂടി ഓടി വന്ന്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ എനിക്കൊരു സ്വസ്ഥയിലെ നേർച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ എന്താണ് അവ ഈ പെരുവിറിക്കുന്നത്? രാവണോ ഒന്ന് പതിയെ പോ. രാവണ നിന്റെ അമ്മായിയം. എന്തേ പറയുന്നില്ലേ? അമ്മായിയപ്പനെ വിളിച്ച അന്നേരം പറയും അതെന്റെ അച്ഛനാണെന്ന്. എന്തിനുണ്ട് നേരെ ചോദിച്ചു പറഞ്ഞൂടെ? ഇതാണോ പെണ്ണെ, വെറുതെ തന്നെ ചൊറിയാന്ന് നിൽക്കരുത്. ചുമരിൽ പിടിച്ച് തേക്കും ഞാൻ. അതിന് ഈ വയലിൽ ചുമരില്ലല്ലോ രാവണ. തിരിഞ്ഞ് കൂർപ്പിച്ചൊരു നോട്ടം നോക്കി പല്ല് അടിച്ചുകൊണ്ടാണ് സ്പീഡിൽ നടന്നു. യോ ഒന്ന് പതിയെ പോയിക്കൂടെ? ഞാനും അങ്ങോട്ട് രാവണ. എന്തൊരു മനുഷ്യനാ. എളിയിൽ കൈ കൊടുത്ത് നിന്നിട്ട് പിന്നെ അവൾ അവന്റെ പുറകെ ഓടി. ബാനുമേ ദാണ്ടെ പുറകെ വരുന്നു. ആ ഇതാര പാറുമോളോ? നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലായിരുന്നല്ലോ. നീ അങ്ങോട്ട് ക്ഷീണിച്ചു പോയല്ലോ വല്ലാണ്ട്. ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അമ്മ പറഞ്ഞു. കേട്ടാ തോന്നുന്നു അങ്ങ് അമേരിക്കയിലെ അവളുടെ വീടെന്ന്. തൊട്ടപ്പുറത്താ വീട്. ബാനുമേ ഇന്നത്തെ സ്പെഷ്യല്? കണ്ണിറുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. നിനക്ക് ഇഷ്ടപ്പെട്ടതാ നൂലപ്പം. അയ്യ ഞാൻ ഇത് പൊളിക്കും. അതും പറഞ്ഞവൾ അമ്മയുടെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് പോയി. ഇത് എൻ്റെ അമ്മയാണോ അതോ ഇവളുടെ അമ്മയാണോ? കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴുണ്ട് ഒരു തിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അതാരും കൊണ്ടുപോകത്തൊന്നുമില്ല. പയ്യത്തുനിന്ന് ഈ നൂലപ്പത്തിന് നൂല് തൊണ്ട വിഴുങ്ങി ചാവും. എവിടുന്ന് കേട്ട പാവില്ല. ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്തോ. നിനക്ക് നിന്റെ വീട്ടിൽ കഴിക്കാമെന്ന് തരില്ലേ? ഫീലായെന്ന് തോന്നുന്നു. ഈർക്കിൽ കൊള്ളി കണ്ണു നിറക്കുന്നുണ്ട്. ഏറ്റു പെട്ടെന്ന് അവിടെ ഇരുന്ന വെള്ളം ഗ്ലാസ്സിൽ പോലും ഒഴിക്കാതെ എടുത്ത് വായിലേക്ക് അമഴ്ത്തി. രാവണ ഞാൻ നിന്റെ പാത്രം നിന്ന് നല്ലൊരു കഴിച്ചേ. വേണി വേറെ എടുത്തു തന്നെ മിസ്റ്റർ. എരി വന്നോടാ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേനെ. ചുണ്ടുകൊട്ടി ഒന്നുകൂടെ നേരെ ഇരുന്നു. ഇതെന്ത് ജീവി? ഇത് ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് കഴിച്ച പോലെയുണ്ട്. നിനക്ക് എന്താ കണ്ണ? അവള് കഴിച്ചോട്ടെ. അത് ചോദിച്ചു അവൾ അമ്മയെ ചുണ്ടുകൊളുത്തി നോക്കി. മോള് കഴിച്ചു. ഏഴുകേണ്ട താമസം. കാസറോളിൽ നിന്ന് 2 എണ്ണം കൂടി എടുത്ത് പാത്രത്തിലിട്ടു. സത്യം പറഞ്ഞാൽ ചിരിയാ വന്ന്. ഇതൊക്കെ എങ്ങോട്ട് പോകണോ ആവോ. മോളെ നാളെ ഇലയട ഉണ്ടാക്കട്ടെ. കൈ കഴുകി ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു പാർവണിയോട് അമ്മ ഉച്ചത്തിൽ ചോദിച്ച്. അമ്മ എൻ്റെ അമ്മയാ, ഇവളുടെ അമ്മയല്ല. കണ്ടോ അമ്മയുടെ മോന്റെ കുശുമ്പ് കണ്ടോ? നീ ഒന്ന് പോയേ കണ്ണ. ഞാൻ കെറിവിച്ച് ബൈക്കിനടുത്തേക്ക് നടന്നു. അമ്മയ്ക്ക് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അമ്മ എന്നെക്കാൾ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒരു കുശുമ്പ് ഇല്ലാതില്ല. രാവണ എന്നെ കൂടെ ഒന്ന് ആ ബസ് സ്റ്റോപ്പിലാക്കുമോ? ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ബൈക്ക് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് അവൾ ചോദിച്ചു. പിന്നെ വേണേ നടന്നു പോയാൽ മതി. ഒന്ന് അവളെ കൂടി കൊണ്ടുപോടാ. നീ ആ വഴിക്കല്ലേ. പോയി എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വാ. അച്ഛൻ പറഞ്ഞപ്പോൾ അവൻ മറുത്തു പറയാതെ അവളോട് പറഞ്ഞു. ചാടിത്തുള്ളി പോയി ബാഗും കൊണ്ട് വന്നവൾ. കണ്ണാ എൻ്റെ കുഞ്ഞിനെ നോയിക്കൊണ്ട് പോണേടാ. അയ്യടാ ഒരു കുഞ്ഞ്. അവളാണെങ്കിൽ 32 പല്ലും കാണിച്ചിരിക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടപ്പോൾ രാവണോ ടാറ്റ എന്ന് വിളിച്ചു പോകുന്ന കേട്ടു. തിരിഞ്ഞു നോക്കാതെ വണ്ടി ഓടിച്ചു പോയി. ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ കണ്ടു എന്നെ നോക്കി മുഖം വെട്ടിച്ച് ചീത്ത പറയുന്നവളെ. പിറ്റേന്ന് കോളേജിന്റെ അടുത്തുള്ള കടക്കുമ്പിൽ ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുമ്പോൾ കണ്ടു രാവണന്റെ പുറകിൽ ഒട്ടിയിരുന്നു വരുന്ന ഒരു പെണ്ണ്. ബൈക്ക് നിർത്തിയത് ഓടി അരികിലേക്ക് ചെന്നു. അപ്പോഴേക്ക് അവൾ കടക്കുള്ളിലേക്ക് കയറിയിരുന്നു. കണ്ണേട്ടാ ആരാ അവള്? അതിനെ നീ അറിയുന്നേ? ഞാൻ അറിഞ്ഞാലെന്താ? എന്റെ കാര്യങ്ങളൊക്കെ നിന്നോട് പറയണോ? ആ വേണം. അപ്പോഴേക്ക് ആ പെണ്ണ് കടയിൽ വന്നിരുന്നു. പിന്നെ ഈ രാവണന്റെ പുറകിൽ കയറാൻ നിന്നപ്പോൾ അവൾ ആ പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചു. എങ്ങോട്ടാ കയറിപ്പോണേ? അവൾ ഉടനെ അവനെ നോക്കി. അങ്ങോട്ടല്ല ഇങ്ങോട്ട് നോക്ക്. പാർവണ നീ മാറിക്കേ. ഓ ഞാൻ കയറുമ്പോഴുള്ള പ്രശ്നം. കാണുന്നവളമാരെ കൊണ്ട് ചുറ്റൊരു കുഴപ്പമില്ല. വീണ്ടും അവൾ കയറാൻ നിന്നും പിടിച്ചു വലിച്ചിരുന്നു. തള്ളിയിടണമെന്ന് കരുതിയതല്ല, പക്ഷെ അവൾ വീഴാൻ പോയി. കൂടെ കയ്യിലുള്ള സാധനം താഴെ വീണ് പൊട്ടി. വീഴുന്നതിന് മുമ്പ് ബൈക്കിൽ നിന്ന് തന്നെ അവനവളെ പിടിച്ചിരുന്നു. ദേഷ്യത്തിൽ ബൈക്കിൽ നിന്നിറങ്ങി അവൻ പാറുവിനെ അടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ വീണുപോയി. കൂടെയുള്ള ഫ്രണ്ട് പെട്ടെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭാഗ്യത്തിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. കുറെ നാളെ പുറകെ ഇങ്ങനെ വരുന്നു, എവിടെയും സ്വസ്ഥതയില്ല, ശല്യം. അത്രയും പറഞ്ഞ് നടന്നു പോകുന്നവനെ വേദനയോടെ നോക്കി. കണ്ണുനീർ കാഴ്ചയെ മറച്ചു. അടിച്ചതിനേക്കാളും വേദന തോന്നിയത് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാതെ ആ പെണ്ണിനെയും കൊണ്ട് വീണ്ടും കടക്കകത്തേക്ക് നടക്കുന്നുണ്ടപ്പോഴായിരുന്നു. പിന്നെ കൂട്ടുകാരി അവളെ സ്കൂട്ടിയിൽ വീട്ടിൽ കൊണ്ടാക്കി. അമ്മ കാണാതെ വീട്ടിൽ ചെന്ന് അവളെ തലവേദനയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി. കൈ കട്ടിൽ തട്ടിയപ്പോഴാണ് കണ്ടത് വീഴ്ചയിൽ കൈമുട്ടുപൊട്ടി ചോര വരുന്നു. വാഷ്റൂമിൽ പോയി കൈയും മുഖവും കഴുകി. നന്നായി നീറുന്നുണ്ടായിരുന്നു. അടികൊണ്ട കവിൾ ചുവന്ന് നീര് വെച്ചിട്ടുണ്ടായിരുന്നു. നാക്കുകൊണ്ട് കവിളിൽ ഉഴപ്പി നോക്കി. വേദന കൊണ്ട് കണ്ണു നിറഞ്ഞു. നേരെ പോയി ബെഡിൽ കമിഴ്ന്നടിച്ച് കിടന്നു. ഉള്ളിൽ അപ്പോഴും തെളിഞ്ഞു നിന്ന് ആ പെണ്ണിനെയും കൂട്ടി തന്നെ ഒന്ന് ശ്രദ്ധിക്കുകൂടി ചെയ്യാതെ നടന്നകിരുന്ന അവന്റെ മുഖമായിരുന്നു. പിന്നീട് രാത്രിയായപ്പോൾ അമ്മ കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. കവിളിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കോളേജിൽ അടിപിടിയിൽ അറിയാതെ പെട്ടെന്ന് പോയതാണെന്ന് പറഞ്ഞ് കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. രാത്രിയിൽ എന്തോ ഇന്ന് ജനാലക്കോരം ചെന്ന് രാവണനെ നോക്കാൻ തോന്നിയില്ല. എന്റെ മുറിയുടെ നേരെയാണ് രാവണന്റെ മുറി. തന്നെ പറ്റി ഓർക്കുന്ന കൂടി ഉണ്ടായിരിക്കില്ല. 2 ദിവസം കോളേജിൽ പോകാത്തതുകൊണ്ട് കൂട്ടുകാരി തിരക്കി വന്നു. അമ്മയോട് വയറുവേദനയാണെന്ന് പറഞ്ഞു. പവി നീ ഇങ്ങനെ വരാതിരുന്ന എങ്ങനെയാ? എനിക്ക് കുറച്ച് സമയം വേണാനും. നീ അന്നത്തെ കാര്യമായിട്ടും പറയണ്ട. കുറച്ച് നേരെ ഇരുട്ടിയിട്ടാണ് അവൾ പോയത്.
കുറച്ച് ദിവസം കഴിഞ്ഞുള്ള രാവിലെ ഉറക്കെഴുന്നേറ്റത് മുറ്റത്താരോ എൻ്റെ പേര് പറയുന്ന കേട്ടാണ്. ചെന്ന് നോക്കുമ്പോൾ ഭാനുവമ്മയായിരുന്നു. നിന്നെ അങ്ങോട്ട് കാണുന്നില്ലല്ലോ പാറുവേ. ഇവളെ കാണാത്തോണ്ട് തിരക്കി വന്ന വയറുവേദനയാണെന്ന് പറഞ്ഞ് 3-4 ദിവസമായി കോളേജിൽ പോയിട്ട്. ആണോ? എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? മുഖത്തും തലയിലൊക്കെ തടവിക്കൊണ്ട് ഭാനുവമ്മ ചോദിച്ചു. ഈ അമ്മയുടെ മോൻ തന്നെയാണോ ആ കാട്ടാളൻ? അവൾ മനസ്സിൽ ഓർത്തുപോയി. പിന്നീട് അങ്ങോട്ട് വരാമെന്ന് ഭാനുവമ്മയോട് പറഞ്ഞു. പാവം എന്നെ തിരക്കി വന്നില്ലെന്ന് കരുതി പിറ്റേന്ന് രാവിലെ അവിടെ ചെന്നു. മുറ്റത്തേക്ക് കയറുമ്പോൾ രാവണൻ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എന്നെ നോക്കുന്നറിഞ്ഞ് ഞാൻ നോക്കാതെ അകത്തേക്ക് കയറി. വാ പാറൂട്ടി, ഭാനുവമ്മ അവല് നനച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട ഭാനുവേ, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. എന്തുകൊണ്ടോ അന്ന് കണ്ണേട്ടം പറഞ്ഞ് ഓർമ്മയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് അതൊരു അപമാനിക്കലായി തോന്നി. അവൾ തന്നെ ഒന്ന് നോക്കുന്ന കുടിയിൽ നിന്ന് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലായ്മ അവന് തോന്നി. ഇവിടെ വന്നാൽ കഴിക്കാതെ പോകാത്തവൾ അന്ന് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഉള്ളിലൊരു നീറ്റൽ. പിന്നെ തിരക്കുകൾ കൊണ്ട് പുറത്തേക്ക് പോയി. രാവണൻ പോയി കഴിഞ്ഞതും കുറച്ച് അവലെടുത്ത് കഴിച്ചു. ഇല്ലെങ്കിൽ ഭാനുവമ്മക്ക് സങ്കടാവും. പാവം എൻ്റെ കുഞ്ഞിൻ്റെ കവിള് കാണും, ഇപ്പോഴും പാടുണ്ട്. കഴിക്കാനിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, കോളേജിൽ അടിപിടിക്കടിയിൽ പെട്ടപ്പോൾ ഏതോ ഒരുത്തന്നെ അടിച്ചതാ, അവൻ്റെ കൈ ഒടിഞ്ഞു പോകും, നോയിക്കോ. പെട്ടെന്ന് നെറുകിൽ കയറി ചുമക്കാൻ തുടങ്ങി. അമ്മ വെള്ളം എടുത്തു തന്ന പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കഴിച്ചിട്ട് അപ്പോഴേ അവിടുന്ന് സ്കൂട്ടായി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ കേട്ടോ, നമ്മുടെ പാറുവിനെ പെണ്ണ് കാണാൻ നാളാരോ വരുന്നു എന്ന്. അവൾ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് അച്ഛനോട് അമ്മ പറയുന്ന കേട്ട് എന്തോ ഒരു വിങ്ങൽ. പെണ്ണ് കാണാൻ ആൾ വന്നപ്പോൾ പാർവണിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലായിരുന്നു. ചെക്കനും പെണ്ണിനും സംസാരിക്കാൻ അവസരം തന്നപ്പോൾ മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. സംശയരൂപേണ അയാൾ നോക്കുന്നുണ്ട്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അപ്പുറത്തെ ഒരു രാവണനുണ്ട്, എനിക്ക് അങ്ങേരെയാ ഇഷ്ടം. അവൻ്റെ വീട്ടിലേക്ക് അയച്ചുകൊണ്ടി പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞു. വൈകിട്ട് അവർക്ക് താല്പര്യമില്ലെന്ന് വിളിച്ചു പറഞ്ഞെന്ന് അമ്മ അച്ഛനോട് പറയുന്ന കേട്ട് ഉള്ളിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ രാവണൻ ഇങ്ങോട്ട് വരുന്ന കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ അകത്തേക്ക് വലിഞ്ഞു. ആ കാർത്തികോ, വാ മോനെ. അമ്മ സംസാരിക്കുന്ന കേട്ടു. എന്നിട്ടും പുറത്തേക്ക് ഇറങ്ങിയില്ല. അമ്മ എന്നെ വിളിക്കുന്ന കേട്ടിട്ടും അനങ്ങിയില്ല. എന്തോ കഴിക്കാനെടുത്ത് കൊടുക്കുന്ന എത്തി നോക്കിയപ്പോൾ കണ്ടു. മോനെ, ഞാനെന്ന് കടയിൽ പോയിട്ട് വരാം, അകത്ത് അവളുണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞിട്ട് അമ്മ പോകുന്നത് അറിഞ്ഞു. പെട്ടെന്ന് കഥ കുറ്റിയിടുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് പുറകിൽ രാവണൻ. കഥകിൽ ചാരി കൈകെട്ടി നിൽക്കുവാണ്. ഒരു കൈ കൊണ്ട് താടി ഒഴിയുന്നുണ്ട്. എന്താ? എന്തിനാ എന്റെ മുറി കയറിയത്? ആളൊന്നും മിണ്ടുന്നില്ല. തനിക്ക് ചെവി കേൾക്കില്ലേ? അടുത്തേക്ക് നടന്നു വരുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നടന്നു. നിനക്ക് നാവുണ്ടോ നോക്കിയതാ? കുറച്ച് നാളായല്ലോ മിണ്ടാ നടക്കുന്നു. എനിക്ക് ആവശ്യമുള്ളിടത്ത് ഞാൻ സംസാരിക്കാറുള്ളൂ. സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് എടുക്കരുതെന്ന് ഒരാൾ പഠിപ്പിച്ച്. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചതാണല്ലോ. മനസ്സിലായല്ലോ, ഇനി പോവാലോ. നീ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് കേട്ടു. ആ പോണില്ല, അതിൻ്റെ ഇഷ്ടമാണ്. ഓഹോ, ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? താൻ ആരെ സമ്മതിക്കാൻ? രാവണൻ മീശി വിരിച്ച് പറയുന്നവനെ നോക്കി അറിയാതെ മിനീരിറക്കി പെട്ടെന്ന് പിടിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. വിട്ട് വിട്ട് ആട്ടിങ്ങി നിൽക്കേണ്ട പെണ്ണെ, നീ ഏതോ രാമനെ കെട്ടാൻ പോവാണെന്ന് അറിഞ്ഞല്ലോ. ആ ആണ്. എന്നാലേ ആ മോഹങ്ങ് മാറ്റി വെച്ചേക്ക്. നീ ഈ രാവണനുള്ളതാ. എന്താ? നീ രാവണന്റെ പെണ്ണാണെന്ന്. ഒരു രാമന് നിന്നെ ഞാൻ കൊടുക്കില്ലെന്ന്. അതിലലിയാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഈർക്കിൽ കൊള്ളിയുടെ പരിഭവം. കണ്ണു നിറച്ച് നിൽക്കുന്നവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഒത്തിരി നൊന്ത എന്റെ പെണ്ണിന്. എന്തിനെന്ന് എന്നെ തള്ളിയത്? അവന് നീ അങ്ങനെ പെരുമാറിയിട്ടല്ലേ? അവളെന്റെ കൂട്ടുകാരന്റെ പെങ്ങളാ. എന്ന് വെച്ചാൽ നിന്റെ കുഞ്ഞിപ്പെങ്ങള്. നീ അല്ലെ കാര്യറിയാണ്ട് കിടന്ന് തുള്ളിയത്. സോറി, അടിക്കണമെന്ന് കരുതിയതല്ല. അവളുടെ അമ്മക്ക് കുറേ നാളായിട്ട് ശേഖരിച്ച പൈസയിൽ നിന്ന് വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടി പൊട്ടിയപ്പോൾ എന്നെ നിയന്ത്രണം വിട്ടുപോയി. പറ്റിപ്പോയടി. ഒരു മൗനത്തിന് ശേഷം അവൻ പിന്നെയും പറഞ്ഞു. സോറി, ഞാനല്ലേ പറയണ്ടേ, കാര്യം അറിയാതെ. ഓടെ സാരമില്ല, നിന്നെ വട്ടുകളിപ്പിക്കാനാ ഞാനും നീ ചോദിച്ചിട്ട് പറയാൻ. ഇങ്ങനെ ആവുമെന്ന് ഞാനും കരുതിയില്ല. ഓ, എന്നാൽ എൻ്റെ പെണ്ണിൻ്റെ കുശുമ്പൊന്ന് കാണേണ്ടതായിരുന്നു. അവളപ്പോൾ ചമ്മിയ മുഖത്തോടെ തലകുനിച്ച് നിന്നു. പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമെന്ന് പെണ്ണാണെന്നവനോട് പറഞ്ഞു എന്ന് കേട്ടല്ലോ. പാറു ഞെട്ടി അവനെ നോക്കി. അവനെ എൻ്റെ കൂട്ടുകാരനാ, അവനെന്നോട് പറഞ്ഞു. അവൾക്ക് അവിടെ രാവണനാ ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. നിന്റെ മനസ്സറിയാൻ അവനാണ് ചെക്കനെന്ന് അറിഞ്ഞപ്പോൾ മിണ്ടായിരുന്ന. പറഞ്ഞു കഴിഞ്ഞതും പെണ്ണ് നെഞ്ചിൽ തല്ലാൻ തുടങ്ങി. അവൻ പൊട്ടിച്ചിരിച്ചു. കുറെ ആയപ്പോൾ കൈകൾ കൂട്ടിപ്പിടിച്ചു. കെട്ടിക്കൊണ്ട് പോകട്ടെ നിന്നെ ഈ രാവണൻ ലങ്കയിലേക്ക്. നാണത്തോടെ അവളവൻ്റെ നെഞ്ചോരം ചേർന്നു. അതൊക്കെ ഇരിക്കട്ടെ മോളെ, പഠിക്കാൻ പോകാതിരിക്കാൻ നോക്കണ്ട. ഞാനാ നിന്നെ കെട്ടുന്നത്. എല്ലാവരോടും ഞാൻ നേരത്തെ അനുവാദം ചോദിച്ചു. വീണ്ടും ഒരു ഞെട്ടിലോടെ അവൾ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി. അവൻ കണ്ണി ചിമ്മി കാണിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു സംസാരിച്ചിരിക്കുന്ന 2 അമ്മമാരെയും. പറഞ്ഞോടാ നീ? ആള് തല എനിക്ക് കാണിച്ചു. തിരികെ നടന്നു പോകുമ്പോൾ അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ സൈറ്റ് അടിച്ച് കാണിച്ചവൻ. നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി അവൾ അവനായി സമ്മാനിച്ചു. അവളുടെ രാവണനായി.